നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അഭിരാമിയുടെ ആത്മഹത്യയിൽ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അമിത അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചതാണ് മരണകാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. അഭിരാമിയെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് വ്യക്തമല്ല. 6 മാസം മുമ്പായിരുന്നു അഭിരാമിയുടെ വിവാഹം കഴിഞ്ഞത്. കുടുംബ പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും ആണോ ആത്മഹത്യക്ക് കാരണമെന്ന് പരിശോധിക്കും. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഫ്ളാറ്റിൽ അഭിരാമിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളനാട് സ്വദേശിയായ അഭിരാമി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സീനിയർ റെസിഡന്റ് ഡോക്ടറായി പ്രവർത്തിക്കുകയാണ്. മരണത്തിന് ആരും ഉത്തരവാദികളല്ല, ജീവിതം മടുത്തുകൊണ്ടു പോകുന്നു എന്നായിരുന്നു ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. മരണത്തിന് മുമ്പ് അഭിരാമി ഭർത്താവിനെ ഫോണിൽ സംസാരിച്ചിരുന്നു. അതിനുശേഷം കിട്ടാതായി. നിരന്തരം ഭർത്താവ് ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. ഇതോടെ അമ്മയെ അറിയിക്കുകയായിരുന്നു. വാടക വീടിന്റെ ഉടമസ്ഥനെ അമ്മ ഫോണിൽ വിളിച്ചാണ് അസ്വാഭാവികത അറിയിച്ചത്. ഈ വ്യക്തി വാതിൽ മുട്ടിയെങ്കിലും തുറന്നില്ല. ജനൽപ്പാളിയുടെ നോക്കിയപ്പോഴാണ് കയ്യിൽ സിറിഞ്ച് കുത്തിയ നിലയിൽ അഭിരാമിയെ കിടക്കുന്നതായി കണ്ടത്. അഭിരാമി താമസിച്ചിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപത്തെ വീട്ടിൽ നിന്നാണ് കുറിപ്പ് മെഡിക്കൽ കോളേജ് പോലീസ് കണ്ടെടുത്തത്. അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് സൂചിപ്പിച്ചു. വെള്ളനാടാണ് യുവ ഡോക്ടർ അഭിരാമിയുടെ സ്വദേശം. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അഭിരാമിയുടെ വിവാഹം കഴിഞ്ഞത്. ഭർത്താവും ഡോക്ടറാണ്. ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളതായി അറിയില്ലെന്നാണ് അഭിരാമിയുടെ പിതാവ് പറയുന്നത്. എന്താണ് സംഭവിച്ചതെന്ന അടക്കമുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. സഹപ്രവർത്തകരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇന്നലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറായ അഭിരാമിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സീനിയർ റെസിഡന്റ് ഡോക്ടറായിരുന്നു അഭിരാമി. അമിത അളവിൽ അനസ്തീഷ്യ മരുന്ന് കുത്തിവെച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വൈകിട്ട് പിതാവിന് ഫോൺ വിളിച്ചതായും കൊല്ലത്തുള്ള ഭർത്താവിന്റെ അടുത്തേക്ക് ഇന്ന് വൈകുന്നേരം പോകുമെന്നും അറിയിച്ചതായും ബന്ധുക്കൾ പറയുന്നു. PG പഠനം പൂർത്തിയാക്കിയ അഭിരാമി 1 വർഷത്തെ ബോണ്ട് കാലയളവിലായിരുന്നു. തിങ്കളാഴ്ച രാത്രിയും കാഷ്വാലിറ്റി ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഇന്നലെ റൂമിലെ സഹതാമസക്കാരി എത്തിയപ്പോഴാണ് മുറി അകത്തു നിന്ന് പൂട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടത്. തട്ടി വിളിച്ചിട്ടും മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പ്രതികരണമുണ്ടായില്ല. തുടർന്ന് വീട്ടുടമസ്ഥനെ വിളിച്ചു വരുത്തി വാതിൽ പൊളിച്ചു കയറിയപ്പോഴാണ് അഭിരാമിയെ കട്ടിലിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ യുവതി മരിച്ചിരുന്നുവെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. തിരുവനന്തപുരം വെള്ളനാട് ഗവൺമെന്റ് HSSന് സമീപം അഭിരാമി റിട്ടയർഡ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥനായ ബാലകൃഷ്ണന്റെയും രമാദേവിയുടെയും ഏക മകളാണ്. ദിവസം 3 തവണയെങ്കിലും മാതാപിതാക്കളെ വിളിക്കാറുണ്ട്. മറ്റു പ്രശ്നങ്ങളുള്ളതായി പറഞ്ഞിരുന്നില്ലെന്നും ഇന്നലെ വിളിച്ചപ്പോഴും പ്രശ്നങ്ങളുള്ളതായി തോന്നിയില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. സാധാരണ കുടുംബത്തിൽ നിന്നും പഠനത്തിലെ മികവുമായി മുമ്പോട്ട് നീങ്ങിയ മിടുക്കിയായിരുന്നു ഡോക്ടർ അഭിരാമി. അനസ്തേഷ്യ മരുന്ന് ഉപയോഗിച്ചാണ് ആത്മഹത്യ എന്നാണ് സൂചന. എന്നാൽ എങ്ങനെ ഈ ഡോക്ടർ ഇത് സംഘടിപ്പിച്ചു എന്നതാണ് ഉയരുന്ന ചോദ്യം. നാളുകൾക്ക് മുമ്പ് മരിച്ച ഡോക്ടർ ഷഹനയും ഇതേ വഴിയിലൂടെയാണ് ജീവനൊടുക്കിയത്. കുറച്ചു കാലം മുമ്പ് കാറിനുള്ളിൽ ഇതേ രീതിയിൽ മറ്റൊരു ഡോക്ടറും തിരുവനന്തപുരത്ത് മരിച്ചിരുന്നു. ഇത്തരം സംഭവങ്ങൾ സ്ഥിരമാകുമ്പോഴും അധികാരികൾ വേണ്ടതൊന്നും ചെയ്യുന്നില്ലെന്നുള്ളതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.